കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളും ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും ഒരുപാട് സൗഹൃദം പങ്കിടുകയും കേരളത്തിന്റെ മുഴുവൻ സാധാരണക്കാരുടെ ജനങ്ങളുടെ ആവശ്യവും ആവേശവുമായി മാറിയ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ എന്നുള്ള രീതിയിൽ കേരളത്തിൽ അങ്ങോളം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് ലഭിക്കുന്ന അംഗീകാരം അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ കൂടുതൽ ശക്തമാക്കുകയും അദ്ദേഹത്തിന്റെ സമയക്കുറവുകൾ പലയിടത്തും ഓടിയെത്തുവാൻ സാധിക്കാത്ത അവസരമുണ്ടെന്ന് നമുക്കറിയാം. കേരളത്തിൽ പലയിടത്തും കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ ചെന്നപ്പോൾ ഞാൻ മലബാർ ക്യാൻസർ സെന്ററിൽ ചെന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എവിടെയാണ് താമസിക്കുന്നത്, എൻ്റെ ചേട്ടൻ്റെ വൈഫ് അവിടെ നേഴ്സാണ്, മലബാർ ക്യാൻസർ തലശ്ശേരി. അപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചാൽ ഞാൻ മണിമല കറങ്ങച്ചാൽ എന്നൊന്നും പറഞ്ഞാൽ ഈ തലശ്ശേരിക്കാർക്ക് അറിയത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പുതുപ്പള്ളി എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ചോദ്യം ഉമ്മൻചാണ്ടി സാറിന്റെ നാടല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്നോട് ചോദിച്ചു ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു അച്ഛന്റെ മോൻ മോശം വരുമോ. അപ്പോൾ പറഞ്ഞു തലശ്ശേരി മലബാർ ക്യാൻസറിൽ ഒരു ദിവസം നമുക്കൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു ഇനി ഇവിടെയും കൂടി ഉള്ളതിലേക്ക് അദ്ദേഹം വരാൻ. ബാക്കിയുള്ളിടത്തെല്ലാം ഓടിയെത്തി സ്നേഹം അന്വേഷിക്കുകയും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ സമീപനത്തിൽ അച്ഛൻ വരച്ച വഴിയിലൂടെ സഞ്ചരിക്കുന്ന പ്രിയ പുത്രൻ. നമ്മൾ പ്രത്യേകിച്ച് ഞാൻ വിളിച്ചാൽ എല്ലാ പരിപാടികളും ഇപ്പൊ എല്ലാവരും പൊതുവെ പറയുന്നത് ഗിരീഷ് കുമാറിന്റെ ആളാണ് ചാണ്ടി ഉമ്മൻ സാർ എന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹത്തോടെ വളരെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തൊരു പരിപാടിയാണെങ്കിലും ഈ സമയത്ത് ഓടിച്ചെന്ന് വളരെ ചുരുക്ക സമയം നമ്മളോടൊപ്പം ചെലവഴിക്കുവാനും നമ്മുടെ ഈ പ്രത്യേകിച്ചും നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയ ഈ ജമീലയ്ക്ക് നൽകുന്ന സ്നേഹാദരവ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ അദ്ദേഹം എത്തിയതിൽ നമുക്ക് ഏറെ സന്തോഷമുണ്ട്. ജമീല നാളെ കേരളത്തിന്റെയും ഇന്ത്യ മഹാരാജ്യത്തിന്റെയും എക്കണോമിക് വ്യവസ്ഥിതിയെ നിയന്ത്രിക്കുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും ഏറെ മുതൽക്കൂട്ടായി മാറുവാൻ ശ്രീനാരായണ സെൻട്രൽ സ്കൂളിലെ മുഴുവൻ കുടുംബാംഗങ്ങളും ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും കുട്ടികളും അവരുടെ പേരൻസും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും സ്കൂളിന്റെ എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ നാടിന്റെ കേരളത്തിന്റെ അതുപോലെ തന്നെ കോട്ടയത്തിന്റെ ഒക്കെ അഭിമാനമായി മാറിയിരിക്കുന്ന മിസ് ജമീല അവർക്ക് ഈ സ്വീകരണം ശ്രീനാരായണ സ്കൂളിൽ കൊടുക്കുമ്പോൾ ഇവിടെ ആയിരിക്കുവാൻ സാധിച്ചത്. പക്ഷേ ഗിരീഷ് ജി ചെയ്യുന്ന ഒന്നും ചുമ്മാ ചെയ്യില്ല എന്നറിയാം. ഇവിടെ അദ്ദേഹം ഈ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് അൽജമീലയ്ക്കുള്ള സ്വീകരണമാണെങ്കിലും ഈ സ്കൂളിൽ നിന്ന് അൽജമീലെ പോലെ ഉള്ളവർ വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്വീകരണം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻസ്പിറേഷനാണ്. IAS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എക്കണോമിക് സർവീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച ഒരു എക്സാമാണ്. അതിൽ 12th റാങ്കാണ്. 12th റാങ്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 12ാമത്തെ സ്ഥാനം. 150 കോടി ജനങ്ങളിൽ എക്സാം നടത്തി 12ാം സ്ഥാനം കിട്ടുക വെച്ചാൽ ചെറിയ കാര്യമല്ല. അപ്പൊ അങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഒരു മോഡലിനെ ഈ സ്കൂളിന് നിങ്ങൾക്ക് മോഡലായി കൊണ്ടുവരും, നിങ്ങൾക്ക് ഓരോരുത്തരും മാതൃകയാക്കാൻ. ഇതേപോലെ ആവണം. ഗിരീഷ് പറയാതെ പറയുന്നത് അല്ലേ? അദ്ദേഹത്തിന്റെ ഉദ്ദേശം നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഉയർന്നു വന്ന നമ്മുടെ പുതുപ്പള്ളിക്കും നമ്മുടെ കോട്ടയത്തിനും നമ്മുടെ കേരളത്തിനുമൊക്കെ അഭിമാനമായി മറ്റുള്ളവരെ സേവിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും നിങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മീറ്റിംഗ് വെച്ചത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പോസിറ്റീവ് മെസ്സേജ് നിങ്ങൾ ഇതിൽ എടുക്കണം. ഇന്നുള്ള നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം കുട്ടികളെ ഡിസ്ട്രാക്ട് ചെയ്യാണ്. ഒന്ന് കയ്യിലുള്ള ഫോണാണ് ഡിസ്ട്രാക്ഷൻ. ഇവിടെ ഫോൺ അനുവദിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഡിസ്ട്രാക്ഷൻ ഇപ്പൊ വന്നിരിക്കുന്ന ഓരോ സ്കൂള് മാത്രമല്ല ഓരോ ജംഗ്ഷനിലും ബുദ്ധിമുട്ടായി വന്നിരിക്കുന്ന ഡ്രഗ്സ് ആണ്. ഞാനിതിനെതിരെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി. പക്ഷെ ഡ്രഗ്സിനെതിരെ സംസാരിക്കുക മാത്രമല്ല ഞാൻ പ്രവർത്തിക്കുകയോട് ചെയ്യുക. സ്പോർട്സ് ആണ് മികച്ച ആയുധം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഡ്രഗ്സിനെതിരെ. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ രൂപീകരിച്ചപ്പോൾ ആദ്യമായിട്ട് ഒരു 1 കോടിയോളം രൂപ ചെലവാക്കി നമ്മൾ, അതായത് സ്ഥലം കൂടെ ചേർത്ത് പൂരോപ്പടയിൽ ഒരു ഫ്രീ ഒരു സ്പോർട്സ് അറീന വന്നിരിക്കുകയാണ്. ഞാൻ ശ്രമിച്ചിട്ടും IAS ആവാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. പക്ഷെ എന്തായാലും അതിങ്ങനെ നിങ്ങളോടൊപ്പം ആയിരിക്കാനാണ് അതാണ് ഈശ്വര നിശ്ചയം. അപ്പം ദൈവനിശ്ചയം എന്താണോ അതാണ് സ്വാമിനാഥൻ പറഞ്ഞിട്ടുണ്ട്, റിസ്ക് എടുക്കുക.
പരാജയപ്പെട്ടാൽ ഗൈഡ് ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളിക്കാരത്തേക്ക് ലീഡ് ചെയ്യാം. IAS ആയതുകൊണ്ട് ആ കാര്യത്തിൽ പുള്ളിക്കാരത്തേക്ക് ലീഡ് ചെയ്യാം. അങ്ങനെ ഇനി കേരളത്തെയും ഇന്ത്യയും ലീഡ് ചെയ്യാൻ ജമീലയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.